നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നലെ ഈ ജംഗ്ഷനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ജലജയായിരുന്നു. ജലജയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ജലജയ്ക്ക് കിട്ടിയൊരു സൗഭാഗ്യം നിരവധി മുൻനിര സംവിധായകന്മാരുടെ ഒപ്പം ജോലി ചെയ്യാൻ പ്രവർത്തിക്കാൻ കിട്ടിയൊരു സൗഭാഗ്യമാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റൊരു നടിക്കും വേണേൽ ആ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ആരൊക്കെയാണ്? ഭരതൻ, അരവിന്ദൻ, അടൂർ, KG ജോർജ്, അങ്ങനെ ലെനിൻ രാജേന്ദ്രൻ്റെ വേനൽ, അങ്ങനെ TV ചന്ദ്രൻ, പിന്നെ അല്ലാതെ കമേഴ്ഷ്യൽ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഭാവി ശശി സാറ്, ജോഷി സാറ്, ശശികുമാർ സാറ്, അങ്ങനെ രണ്ട് വശത്തുനിന്നും മലയാള സിനിമയിലെ വാണിജ്യപരവും അല്ലാത്തതുമായിട്ടുള്ള കലാപരവുമായിട്ടുള്ള മൂല്യങ്ങളുള്ള ഒരുപാട് സിനിമകൾ പ്രദാനം ചെയ്ത അതിൻ്റെ ശില്പികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള വലിയൊരു ഭാഗ്യം. തീർച്ചയായും ഈ ഭാഗ്യം കിട്ടിയ ആളാണ് പിന്നീട് 90-ൽ കല്യാണം കഴിച്ച് പെട്ടെന്ന് പ്രകാശിനെയും കല്യാണം കഴിച്ച് പോയിരുന്നു സുരേഷ്. പെട്ടെന്ന് കഴിച്ചില്ല, ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിയെ പറഞ്ഞത്. അതെ, സുരേഷ് പറഞ്ഞെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു, പിന്നെ പ്രകാശിന് വന്ന ബഹ്റിനിലായിരുന്നു ജോലി. അപ്പം പിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാനിവിടെയും ഈ ഗൾഫ് ചിലർ ഭർത്താവുടെയും ഭാര്യയുടെയും എന്നുള്ള ജീവിതത്തിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവിടെ പോയിട്ട് ജീവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ച് മോളുണ്ടായി. അങ്ങനെ ഒരു ഫാമിലി ലൈഫായിട്ട് നായിക പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾക്ക് എന്താ പറയുക, ജന്മം കൊടുക്കാൻ ജലജ എന്നുള്ള കഥാപാത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനം. വേണമെങ്കിൽ ഒരു സിനിമയിലേക്ക് ഞാൻ വേണേൽ ജലജയുടെ ശ്രദ്ധ ക്ഷണിക്കാം. പുതുതലമുറയിലെ പിള്ളേരൊക്കെ ഇത് കാണുമ്പോൾ ചിരിക്കും. തീർച്ചയായും. പക്ഷേ ഈ സിനിമ ജലജയുടെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികല്ലായിരുന്നു. തീർച്ചയായും ഞാൻ ചെയ്യേണ്ട പടമല്ലായിരുന്നു അത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പടത്തിലെ നായികയായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ വേറൊരു, അപ്പോൾ ആ സമയത്ത് നല്ല മാർക്കറ്റുള്ളൊരു നടിയെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു നടിയാണ് സമീപിച്ചത്. എനിക്കറിയാം ആരാണെന്ന്, അത് ശരിയല്ല. അപ്പോൾ ഒരു നടിയായിരുന്നു അവർ വിളിച്ചിരുന്നത്. അപ്പോൾ ആ നടിക്ക് ആ സമയത്ത്, അപ്പം ലെനിൻ്റെ ഒരു ആദ്യത്തെ പടമല്ലേ, മാർക്കറ്റുള്ള നടി വേണം നിർബന്ധമായിരുന്നു. അതെ, എന്ന് വെച്ചാൽ മാർക്കറ്റ് വില എന്ന് വെച്ചാൽ വേണുചേട്ടനുണ്ട്, സുഖുവേട്ടനുണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ അതിലെ കാസ്റ്റ്. അപ്പം നായിക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നായികയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഗ്ലാമർ വേണം കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ആ നടിയെ സമീപിച്ച് നടി സമ്മതിച്ചു. ഓക്കെ, സമ്മതിച്ചു കഴിഞ്ഞിട്ട് നടിക്ക് അപ്പോഴത്തേക്കും വേറൊരു വലിയൊരു ഡയറക്ടറുടെ പ്രോജക്റ്റ് വന്നു. നടി ഇത് വിട്ടിട്ട് അപ്പുറത്ത് പോയി. പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ വേറെ ആൾക്കാരെ അന്വേഷിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ സംഭവം എങ്ങനെയാ വെച്ചാൽ, രാവിലെ എനിക്കൊന്നൊരു 4-5 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, പ്രൊഡ്യൂസർമാരെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു. അപ്പം കുമാരി എന്തിയെ? കുമാരി ഉറങ്ങുന്നു. അപ്പം ഞാനിത് കേട്ടു. എന്താ വെച്ചാൽ ആരോ ബെല്ലൊക്കെ അടിക്കുന്നു, വീട്ടിനകത്ത് വരുന്ന നാച്ചുറലി ഉണരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പടം തുടങ്ങാണ്. അപ്പോൾ ഇനി പടം തുടങ്ങാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർ നേരത്തെ സ്കെഡ്യൂൾ ചെയ്തതാണല്ലോ ഇതെല്ലാം, തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി അവളോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും കുമാരി എന്തൊക്കെയുണ്ട് ഞാൻ ചോദിച്ചു. പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി, ഞാൻ കേട്ടുമല്ലോ, തുടങ്ങാൻ പോവല്ലേ. അതെ, തുടങ്ങാൻ പോവല്ലേ, എങ്ങനെയൊക്കെയുണ്ട്, എന്തൊക്കെ വർത്തമാനം എന്നുള്ള മട്ടില്ല പറഞ്ഞു. അയ്യോ അതിങ്ങനെ പറ്റി. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? അപ്പോൾ എല്ലാ ഡേറ്റ് മാറിപ്പോയെന്ന്. അപ്പം പറഞ്ഞു അയ്യോ അത് കഷ്ടമായല്ലോ. അല്ല ആക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ കഷ്ടമായല്ലോ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു കുമാരി ഞാനോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കുള്ള മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലല്ലോ, നമ്മളെ അതിന് പറ്റാത്തതുകൊണ്ടല്ലോ നിങ്ങൾ ആൾക്കാരെ നോക്കിയത്. അങ്ങനെ പറയല്ലേ, കാല് മാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞു ശരി പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അഭിനയിച്ചത് ആ പടം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പടം ഞാനല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പടമാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. ആ പടത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അതെ കഴിച്ചു. ഇതൊക്കെയാണ് ഫിലിം ഫെയർ. അതാ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ലീലാവിലാസം, അല്ലാതെ എന്താ പറയാൻ. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പടം അല്ലായിരുന്നു അത്. ജലജയ്ക്ക് വെച്ച പടങ്ങൾ ജലജയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ജലജയുടെ ഫിലിം കരിയറുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവേണ്ട കാര്യം. അതിലൊരു പടത്തിൻ്റെ പേരിടയ്ക്ക് പറഞ്ഞു, മർമ്മരം. അതെ, അതും ഇതുപോലെ വന്നിട്ട് പോയി എന്ന് വിചാരിച്ചു. അതെ പോയി. അപ്പം ഭരതേട്ടൻ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഡേറ്റ് വേറൊരു പടത്തിന് അല്ല
വേറൊരു പടത്തിന് കൊടുത്തുപോയി. നമ്മൾ കൊടുത്തുപോയപ്പോൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മറ്റേ പടത്തിൽ ഇതിൽ ഈ നിർമ്മല എന്ന ടീച്ചറിൻ്റെ ക്യാരക്ടറാണ്. പുള്ളി എല്ലാ ക്യാരക്ടറും വളരെ ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. പക്ഷേ ഒരു നിവൃത്തിയില്ല, മറ്റേ പടത്തിന് നമ്മൾ ഡേറ്റ് കൊടുത്തുപോയി. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു എന്നാൽ ശരി, വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും വിഷമിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ്, 5-6 മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് ഒരു ഡബ്ബിങ്ങിൻ്റെ സമയത്ത് മെഡ്രാസിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പറഞ്ഞു, സർ മർമ്മരങ്ങളുടെ ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മർമ്മരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? നോ. മർമ്മരം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞോ? ഇല്ല കുട്ടി, അത് തനിക്ക് വെച്ച ക്യാരക്ടറല്ലേ, അപ്പം എങ്ങനെ പോകും? ചോദിച്ചു ഷൂട്ടിംഗ് അപ്പം ഫെബ്രുവരിയിലാന്ന് പറഞ്ഞുല്ലോ. ഇല്ല, അത് നടന്നില്ല. ഒരു നായിക വെച്ച് ചെയ്തു, പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ലാണ്ടായി, അവർക്ക് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓ അങ്ങനെ, അപ്പം അത് ജലജയ്ക്ക് വെച്ചതാണ്, അതാണ് ജലജയ്ക്ക് തിരിച്ചു വന്നിരിക്കുന്നത്, അപ്പോൾ ഇനിയും ചെയ്യാമോ? അപ്പോഴോ? അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ BA എക്സാം നടക്കുന്ന ഏപ്രിൽ മെയിലാണല്ലോ നമ്മുടെ എക്സാംസ്, അപ്പോഴാണ്. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് കാശുമൊക്കെ അടച്ചിട്ട് പരീക്ഷ എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയം. പഠിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. പരീക്ഷ പഠിക്കാതെ ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ശരി, പറഞ്ഞോളൂ, കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായി കാര്യം. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു സാർ പരീക്ഷയുടെ സമയമാണ്, ഇനി തൻ്റെ തീരുമാനം, തനിക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള മട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഓർത്തത് ഈ നമ്മൾ ഏപ്രിൽ മെയിൽ പരീക്ഷ എഴുതില്ല, നമുക്ക് സെപ്റ്റംബറിൽ പരീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ളതിന് അപ്പോൾ ഒരു സമാധാനം. ശരി, എൻ്റെ ഒരു വർഷം പോത്തില്ലല്ലോ, നമുക്ക് സെപ്റ്റംബറിൽ ചെയ്യാമല്ലോ. അതുപോലെ ഈ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്, അപ്പം തന്നിട്ട് പിന്നെയും തിരിച്ചു വന്നതല്ലേ, അപ്പം നമ്മൾ പറയത്തില്ലേ മഹാലക്ഷ്മി വന്ന് മഹാലക്ഷ്മി നമ്മൾ തട്ടിക്കളയരുത്. അപ്പം അങ്ങനെ ചെയ്തൊരു പടമാണിത്. അതും വളരെ പറഞ്ഞാൽ വളരെ നല്ലൊരു, ഒരുപാട് അംഗീകാരങ്ങളും നല്ലൊരു പ്രേക്ഷകരുടെ ശ്രദ്ധയും ആകർഷിച്ചൊരു പടമാണത്. എനിക്കൊന്ന് ജലജ അത് മിസ് ചെയ്തെങ്കിൽ വലിയൊരു സങ്കടം എനിക്ക് നഷ്ടമായിരുന്നു. അതെ. അപ്പം ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു പടം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ KG ജോർജിൻ്റെ പടം യവനിക, തീർച്ചയായും യവനിക, അതിൽ അത് ഇത്രയും ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ആർട്ടിസ്റ്റ് എത്രയും മാത്രം ആർട്ടിസ്റ്റ് ഉള്ളൊരു ഒരു പടം ആ സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ആ കാസ്റ്റിംഗ് ഇത് കോമഡിയാണ്. പക്ഷെ ഇതിൽ ജലജ ഒരു പക്ഷേ ഇത് ഞാൻ ജലജയുടെ ഒരു മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഈസാക്കാൻ വേണ്ടിയാണ്, ഇത്രയും കഥാപാത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ. അതെ, വേണമെങ്കിൽ അത് സംബന്ധിച്ചൊരു ചോദ്യം കൊണ്ടുവരാം. നാടകത്തെ സംബന്ധിക്കുന്ന സിനിമയാണ് യവനിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടക നടിയുടെ ജീവിതമാണ്. നാടക നടി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീട്ടിൽ നിന്നും ഒരു സാധാരണക്കാരുടെ വീട്ടിൽ നിന്നും നാടകത്തിൽ അവനെ ജീവിക്കാൻ വേണ്ടി, നാടകം അഭിനയിക്കാൻ വേണ്ടി ക്യാമ്പിലെത്തുകയും ആ ക്യാമ്പിൽ കണ്ടുമുട്ടുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഭീകരനായ കഥാപാത്രനെ കണ്ടുമുട്ടുന്നു. അതിനകത്ത് നന്നായി കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് അഭിനേതാക്കളുടെ അഭിനയത്തിൽ നിന്നാണ്, ഗോപിയുടെയും അതുപോലെ തന്നെ ജലജയുടെയും അഭിനയത്തിൻ്റെ മൊമെൻറ്റുകളിൽ നിന്നാണ് ആ സെഡക്ഷൻ്റെ ഭീകരത എന്ന് പറയുന്നത് നമ്മളുണ്ടാകുന്നത്. ജോർജ് സാറ്, KG ജോർജ്, ഒരുപക്ഷെ ജലജയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. ഈ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വരുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. ആ സിനിമ യവനിക എനിക്കൊന്നൊരു പാത്ത് ബ്രേക്കിംഗ് ഫിലിമായിരുന്നു. തീർച്ചയായും. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. വേണിച്ചേട്ടൻ്റെ ആണെങ്കിൽ ഈ ക്യാരക്ടർ, പിന്നെ പാവമായിട്ടുള്ള മറ്റേ നാഗവള്ളി ചേട്ടൻ്റെ ക്യാരക്ടർ, പിന്നെ ജഗതി ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഓരോ അതിലെ എന്താണ് ഒരു ചെസ് വെക്കുമ്പോഴത്തേക്കും അതിലെ ക്യാരക്ടേഴ്സ് പോലെ ഓരോ കൃത്യമായിട്ടുള്ള. അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത ഒരു പടവും കൂടിയാണ്. അതിൽ വന്നൊരു പാട്ടുണ്ടല്ലോ ആദ്യം, മറ്റേ അതന്നെ. അപ്പൊ ആ പാട്ടിനൊക്കെ പാടാറേ ഇല്ല. അപ്പൊ പരിപാടി അവസാനിപ്പിച്ച് പിള്ളേരെ ഓടിച്ചു വിടണമെങ്കിൽ വേണം വേണമെങ്കിൽ ഞാൻ പാട്ട് പാടാം. ശരി, പറഞ്ഞോളൂ. അപ്പം മൈക്കില് നമ്മൾ നാടകത്തിന് മുമ്പിൽ പാടുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഇടിച്ചിടിച്ചിട്ടാണ് വന്ന് പാടുന്ന പോലെ. അപ്പം നല്ല എന്താണ് അറ്റ്മോസ്ഫിയർ, അതുപോലെ എല്ലാവരും ചേർന്നിട്ട് ത്രൂ ഔട്ട് ദ നൈറ്റൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന്. ഇവിടെ പ്രിയദർശിനി ഹാളിലാണ് നാടക സീൻസും പിന്നെ ബാക്കിയുള്ള ഇതും. വളരെയധികം എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു അത്. ഈ പടം ഇതുപോലെ ഹിറ്റാകുമെന്നും വൻ
ഒരു വലിയ വഴിത്തിരിവാകുന്നും ജനതയ്ക്ക് അറിയാമായിരുന്നു. ഇല്ല, അങ്ങനെ അറിയില്ല. ഇല്ല, അങ്ങനെ അറിയില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെയല്ല, നമ്മൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാം. പിന്നെ അത് റിലീസാവും. ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അങ്ങനെയുള്ളൊരു എന്താണ് മീഡിയ ഹൈപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഒരുപക്ഷെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും അത് ഒന്നുമില്ല, മനസ്സിലാകണമെന്നില്ല. ഇല്ല, പക്ഷെ വളരെ പവർഫുൾ ആ ഒരു ക്യാരക്ടറാണ് അതെ ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇപ്പോൾ ഈ ഭരതമുനി ഒരു കളം വരച്ചെന്നൊക്കെയുള്ള പാട്ടുകൾ, പക്ഷെ ജലജയ്ക്ക് കിട്ടിയൊരു അനുഗ്രഹം ചെറുത് പറഞ്ഞു വെച്ചാൽ നല്ല പാട്ട് സീനുകളിൽ അഭിനയിക്കാൻ കുറേ പാട്ടൊന്നും അയൽവക്കത്തോടെ പോയില്ലെങ്കിൽ പോലും അതിനൊരു ഭാഗ്യം ഉണ്ടായി. അതിനൊരു ഭാഗ്യം ഉണ്ടായി. അതെ, ഇത് പാടിയാൽ എങ്ങനെയാ പാടുക? എങ്ങനെ പാടുന്നത്? അത് പാട്ടിടുവാണെങ്കിൽ ഒരു പാഠം എടുക്കട്ടെ. ഇപ്പം BA പരീക്ഷ MA പരീക്ഷയ്ക്ക് എഴുതി പാസ്സായോ? അതൊക്കെ പാസ്സായി. ഓക്കെ. അപ്പോൾ ഈ ഒരു വരി പാടുകയാണ്, എങ്ങനെ പാടും എന്നുള്ളത് ആൾക്കാർ ചോദിക്കട്ടെ. പാട്ടിൻ്റെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ സിനിമകളുടെ കാര്യത്തിലുള്ള അതല്ലെങ്കിൽ സംവിധായകന്മാരുടെ കാര്യത്തിലുള്ള ഭാഗ്യം ജലജയ്ക്ക് സിനിമയുടെ സമസ്ത തലങ്ങളിലുണ്ടായിരുന്നു. എന്തിനേറെ മികച്ച നടന്മാരുടെ സാന്നിധ്യത്തിലാണ് ജലജ അഭിനയിച്ചു പോകുന്നത്. ഈ വേണുമാർ, ഗോപിയേട്ടൻ, പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, ഒരുപക്ഷെ മലയാള സിനിമയിലെ മുൻനിര നടന്മാരുടെ ഒക്കെ കൂടെ ജോഡിയായിട്ട് ഈ ജലജകുമാരി അഭിനയിച്ചു. സുകുമാരൻ, സോമൻ, ആരെ വിട്ട് ഒരാളെയും വിട്ടിട്ടില്ല. ജലജയ്ക്ക് നാണം വരുന്നുണ്ട് കേട്ടോ, വല്ലാതെ. ശരിയല്ലേ? എന്തിനാ നാണിക്കുന്നത്? അല്ല, പെട്ടെന്ന് നാണം വന്നതായിട്ട് പിള്ളേർക്ക് തോന്നിപ്പോയി, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നില്ല, അവർക്ക് തോന്നി. അതെ, അവർക്ക് തോന്നി. അതല്ലെങ്കിൽ ജലജയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഈ പാവാട ബ്ലൗസൊക്കെ അവിടെ സംഘടിപ്പിച്ചു ക്യാരക്ടറിന് വേണ്ടിയുള്ള. ഇപ്പോൾ ഇവർക്കൊന്നും ഇത് അറിയില്ല. ഏതെല്ലാം കോലത്തിലാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല എന്നുള്ള ഒരാക്ഷേപം മലയാള സിനിമയിലുണ്ട്. വേണമെങ്കിൽ അപൂർവമായിട്ട് വേണമെങ്കിൽ മഞ്ജു വാര്യരുടെ ഒരു മിന്നലാട്ടം, വേണമെങ്കിൽ കാവ്യയ്ക്ക് കിട്ടിയ 1-2 റോളുകൾ, ഇതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ ഒരു നായിക ഒരു ഷോപ്പീസ് മാത്രമാണ്. ഷോപ്പീസ്. പ്രതികരിക്കൂ സഹോദരി. ഞാനെന്താ പറയേണ്ടത്? എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണല്ലോ അവരൊക്കെ ചെയ്യാത്തത്. ഓക്കെ. പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാൽ നമുക്ക് നല്ല നടികളുണ്ട്. ഈ കുട്ടികളൊക്കെ നല്ല അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ക്യാരക്ടേഴ്സൊക്കെ വളരെ നന്നായിട്ട് ചെയ്യും. പക്ഷേ ആൾക്കാർ ഇതിലിപ്പോൾ ആരെ കുറ്റം പറയാനായിട്ട്, പിന്നെ ഡയറക്ടറിനെ പറയണോ അതോ പ്രൊഡ്യൂസറിനെ പറയണോ? ഇതിലാരെയാ പറയാൻ പറ്റുന്നത്? ഇപ്പം ജനതയ്ക്ക് മലയാള സിനിമയിൽ സംതൃപ്തി ഉണ്ടോ? മലയാള സിനിമ കാണുമ്പോഴാണോ ഒരു പ്രേക്ഷക എന്ന നിലയിൽ? ചില നല്ല പടങ്ങൾ കാണാറുണ്ട്. ഇതിപ്പോൾ എല്ലാ കാലത്തും നല്ല പടങ്ങളും ചീത്ത പടങ്ങളും വരാറുണ്ട്. അപ്പോൾ അതുപോലെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള എന്താണ്, കുറേ ഇടയ്ക്കൊന്ന് കുറേ കോമഡിയുടെ ഒരു ട്രെൻഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്ന് പറയാനായിട്ട് ഞാൻ കോമഡിയാണോ കോമാളിത്തരാണോ? അത് രണ്ടുമുണ്ട്. നല്ല കോമഡി ഫിലിംസും ഉണ്ട്. പിന്നെ അതിനെ അനുകരിച്ചിട്ട് എന്തിനാ ഈ പടത്തിന് പോയി എന്ന് തോന്നിയ പടങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരു പ്രത്യേകത ആയിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വിലയിരുത്തുന്നത് ജീവിതഗന്ധിയായ ഒരുപാട് സിനിമകൾ പ്രദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അത് നിങ്ങളുടെ കഴിവ് മാത്രമല്ല, ഒരു പക്ഷേ ആ സിനിമയുടെ ശില്പികളുടെ തീർച്ചയായും ആ ഒരു അവർ വരച്ച ആ ഒരു വഴിത്താരയിലൂടെ ആ ക്യാരക്ടറിന് എല്ലാവരും അതിന് ഡയറക്ടറും. ഇന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് ജനത തിരിച്ചറിയുന്നു. ആ മുൻകാലങ്ങളിലുള്ള പോലെയുള്ള ഒരു പക്ഷേ മലയാളിയുടെ അയൽവക്കത്തെ വീട്ടിൽ സംഭവിക്കുന്നതിന് അതുപോലെ അല്ലെങ്കിൽ മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള സിനിമകളുടെ എണ്ണം കുറഞ്ഞു എന്നല്ലേ പറഞ്ഞു എന്ന് പറയാം. പക്ഷെ പടങ്ങളുണ്ട്. ഇപ്പം ഞാൻ ദൃശ്യം കണ്ടിരുന്നു, ദുർലഭമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത്രത്തോളം എനിക്കൊന്നും അത്രത്തോളം ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ ബഹളം നടക്കുന്നത് എന്താ? ന്യൂ ജനറേഷൻ അത് നിങ്ങൾ മീഡിയക്കാരല്ലേ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്? മീഡിയക്കാരനല്ലേ അത് ന്യൂ ജനറേഷൻ. അവസാനം വരുമ്പോൾ ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ വെക്കുന്നത് മീഡിയക്കാരനല്ലേ അത് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ന്യൂ ജനറേഷൻ? അത് പുതിയ
ഇപ്പം ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരായ അവരുടെ ഒരു ട്രെൻഡിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ല ഓരോ കാലഘട്ടം ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ളൊരു സിനിമ ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ട്. ന്യൂ ജനറേഷൻ സിനിമ ഇല്ല. ഇത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ എന്താണ് ഓരോ കാലഘട്ടത്തിൻ്റെ പടങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കണക്കിന് യവനിക പോലുള്ള സിനിമകൾ അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു ആ കാലഘട്ടത്തിൽ ആയിരിക്കാം. പക്ഷെ അന്നേരം ആരും ആ പേരിട്ടില്ല. ഇപ്പം ആരും കണ്ടുപിടിച്ച ഒരു പേരിട്ടു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എന്താണ് അപ്പം ജലജ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന വെറും തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അല്ല ഞാൻ എൻ്റെ ഭാഷയെ പറയാം. ജലജ പറഞ്ഞു ജലജ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ എന്നുള്ളൊരു സംജ അല്ലെങ്കിൽ സംഭവം ഇല്ല. യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരു പുതുമയേ ഇല്ല. മലയാളം എന്താ വെച്ചാൽ കാലത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റം. ഇപ്പം ഇവരൊക്കെ കണ്ട സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിനിമയാണ് ഇവരുടെ. അപ്പം ഇവരുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള പടങ്ങളാണ് ഇപ്പം വരുന്നത്. അപ്പം ആ പടങ്ങളെയാണ് ഈ മീഡിയ ന്യൂ ജനറേഷൻ എന്ന് പേരിട്ടിട്ട്. ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് ഞാൻ ചുമ്മാ ചോദിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന കാര്യം, 1 ദ്വയാർത്ഥ പ്രയോഗം ഒരുപാട് വേണം, 2 നല്ല അസഭ്യം വേണം, 3 ബീപ്പ് 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 ശബ്ദം വേണം. അല്ലേ, അങ്ങനെയല്ലേ? ബീപ്പ്, അതായത് അസഭ്യം വരുമ്പോൾ ബീപ്പ് അടിക്കും. ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ന്യൂ ജനറേഷൻ ആവും. പിന്നെ ആരോ പറഞ്ഞു, ഞാനപ്പം വേറൊരാളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കലാഭവൻ മണി പറഞ്ഞു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ മുകളിൽ ഷഡ് ഇടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പല രൂപത്തിൽ പല ആൾക്കാർ പറയുന്നുണ്ട്. അതപ്പം കണ്ട അപ്പം അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്, ഈ പിള്ളേരുടെ ട്രെൻഡാണ് അവർ കാണിക്കുന്നത്. അതിൽ പിള്ളേരുടെ ട്രെൻഡ് എന്താണ്? ഈ പാൻറ്റിൻ്റെ മുകളിൽ ഇതെടുത്ത പരിപാടിയാണ്. അതിപ്പോ ഇവർ കാണിക്കുന്നതല്ലേ അവർ കാണിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. പിന്നെ അപ്പം ഞാൻ അതേ പറഞ്ഞ അപ്പം ന്യൂ ജനറേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ അവർ ചെയ്യുന്നു. അപ്പം അതെങ്ങനെ ന്യൂ ജനറേഷൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചത് ഞങ്ങൾ ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞു. അപ്പം പുതിയ കുറേ ഒരു തിരിവ് വന്നു. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ഡൗൺ ടു എർത്ത് ക്യാരക്ടേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കോമഡി അങ്ങനെയുള്ള ഒരു ട്രെൻഡ് വന്നു. അത് ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോന്ന് എന്തെങ്കിലും ഒരു പേടിയെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കുസൃതി ചോദ്യം ചോദിച്ച് ജലജയെ കൊണ്ട് എന്തെങ്കിലും കമ്മിറ്റി ചെയ്യിപ്പിച്ചിട്ട് ഇനി അത് ഞാൻ കേൾക്കുന്ന സംവിധായകൻ ജലജേ എനിക്കിട്ട് പറഞ്ഞല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ജലജ വളരെ സൂത്രത്തിൽ സംസാരിക്കുന്നത്. ഒരാളെ എൻ്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാനായിട്ട് വിഷമിപ്പിക്കില്ല എന്നുള്ള വ്രതമെടുത്ത് വന്ന് ഈ കസേരയിരിക്കുന്ന ജലജയ്ക്ക് ഞാനിനി ആ ചോദ്യം ചോദിക്കുന്നില്ല. ഞാൻ വിട്ടു തീർച്ചയായിട്ടും. ജലജ ഒരു കാര്യം ഞാൻ പറയട്ടെ, ജലജ മലയാള സിനിമയിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമുണ്ടായി. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ വിഷമിച്ചു എന്നല്ല പറയണേ, ഒരുപാട് പേര് വിഷമിച്ചു. വേണം ഒരാളെ ഞാൻ കൊണ്ടുതരാം. ഇപ്പോൾ വരട്ടെ. മലയാള സിനിമയുടെ സ്ത്രീ കഥാപാത്രങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ മുഖം കാണിച്ചു തന്ന ജലജ പെട്ടെന്നാണ് ഞങ്ങളുടെ മനസ്സിൽ കത്തി നിൽക്കുമ്പോഴാണ് കുടുംബജീവിതത്തിലേക്ക് പോയത്. അത് മലയാള സിനിമയ്ക്കൊരു നഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ വലിയ ആവേശം തന്ന ഒരു സൗമ്യയായ സാന്നിധ്യമായിരുന്നു. MT സാർ തന്നെ പറഞ്ഞത് ബ്രില്യൻ്റായ നടി എന്നാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, നമ്മൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജലജയുടെ എല്ലാ ചലനങ്ങളും എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ സാധ്യതകളും ഒപ്പിയെടുക്കുന്ന ക്യാമറയിൽ ക്ലോസപ്പ് വന്നപ്പോൾ ജലജയുടെ ചുണ്ട് ഇങ്ങനെ ചലിച്ചിരുന്നു. അപ്പോൾ ചുണ്ട് ചലിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് അസിസ്റ്റൻറ്റുമാരായ ഞങ്ങൾക്ക് പോലും ആ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ കട്ട് പറഞ്ഞു MT സാർ, രണ്ടാമത് അത് നിങ്ങളിലുള്ള നടിയെ ചൂഷണം ചെയ്യാം, കൂടുതൽ ഊർജം നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാണെന്ന് അറിഞ്ഞതും വളരെ സന്തോഷമുണ്ട്. പുരുഷൻ കടലുണ്ട്, പക്ഷെ മൂപ്പർ പറഞ്ഞങ്ങ് വെച്ച് കേട്ടാ. എന്തൊക്കെയാ പറഞ്ഞത് കുറച്ച് സമയം കൊണ്ട്? ജലജയുടെ സൗന്ദര്യം കാണുന്നു, ചുണ്ടിങ്ങനെ വരയ്ക്കുന്നു, എന്താ സംഭവം? അതല്ല, ചുണ്ട് വരയ്ക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ക്ലോസപ്പ് ആകുമ്പോൾ കൂടുതൽ കോൺഷ്യസ് ആവും. ചിലപ്പോൾ കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ നമുക്ക് മറ്റേത് നമ്മളിങ്ങനെ ഇപ്പം വർത്താനം പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയുന്നു, അപ്പം നമ്മൾ കോൺഷ്യസേ അല്ല. പക്ഷെ എന്നാൽ നേരെ ഇപ്പോൾ ക്ലോസപ്പ് അതിൽ നോക്കിയിട്ട് ഷോർട്ട് മാത്രം പറയുന്ന പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ, ഒരു ഇത്, ഉൾക്കിടലം. അപ്പം ആ കിടിലം വരുമ്പോഴാണെന്ന് തോന്നുന്നു
പക്ഷെ പുരുഷ ഘടനയുടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്കറിയില്ലല്ലോ. ഇപ്പൊ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇപ്പൊ ഇവിടെ നിൽക്കുന്നവരെല്ലാം കാണുന്നില്ല. അപ്പൊ നമുക്കറിയില്ല. നമ്മള് പക്ഷേ പുരുഷൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്, വലിയ നാടക പ്രവർത്തകനാണ്, MLA ആണ്. ജലജയുടെ പടത്തില് മറ്റു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അസിസ്റ്റന്റായിട്ട് നിന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് വെച്ചാൽ ജലജയുടെ ചുണ്ട് വരയ്ക്കുന്നത് ഈ ക്യാമറയിൽ. അത് നമ്മൾ അങ്ങനെ ഒരുപാട് പേർക്ക് മോഹഭംഗം ഉണ്ടാക്കിയിട്ട് ജലജ പോയത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ എന്താണ് നെക്സ്റ്റ് ഡോർ ഗേളാണ് ഞാൻ, അല്ലാതെ ഒരു ഗ്ലാമറസ് ഡോളോ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ സാധാരണ ഒരാളാണ്. അപ്പോൾ ഒരു ഇതാകുമ്പോഴത്തേക്കും നമ്മൾ കല്യാണം കഴിക്കുന്നു, നമ്മൾ പോണു, നമ്മളുടെ കുടുംബ ജീവിതത്തിലേക്ക് പോകണം, അത്രയേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും. പക്ഷെ അങ്ങനെയൊന്നും ജലജ പറഞ്ഞിട്ട് നമ്മളെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ മലയാള സിനിമയിൽ എത്രയോ ആൾക്കാർ ജലജയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു കവി തന്നെ ജലജയ്ക്ക് പ്രപ്പോസ് ചെയ്തിരുന്നു. കുടിഞ്ഞ ആ കവിയോട് പറഞ്ഞിട്ട് ഞാൻ ജലജയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ജലജ തയ്യാറായില്ല. ആ ഇനിയിപ്പോൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ എടുക്കണം. ഒരുപാട് പേരുണ്ട്, പിന്നെ ആരായിരിക്കും ഇതെന്നാണ് ജലജ. അയ്യോ പാവം. എന്തായാലും പുരുഷൻ കടലുണ്ടിയെ പോലുള്ള ആൾക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ജലജ മലയാള സിനിമയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല പോയി മറഞ്ഞത്. ആള് പറഞ്ഞു കഴിഞ്ഞ് ഇനിയും ഇന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന കാര്യം എന്താ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പോഴല്ലേ പറയുമ്പോ ഞാൻ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വല്ല മാറ്റം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, ഞാൻ എങ്ങനെ മാറുന്നത്? പ്രകാശ് നായർ, അതായത് ജലജയുടെ ഭർത്താവ്, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചിട്ടുള്ളതാണ്, ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിൽ പ്രീ ഡിഗ്രിക്ക് പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിക്ടോറിയ കോളേജിലേക്ക് പാലക്കാട്ടേക്ക് മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങൾ ഈ കോളേജിലേക്കൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ കർട്ടൻ വലിക്കാനൊക്കെ ഇങ്ങനെ പിരിയുന്നൊരു പാവം പയ്യൻ, ഒരു മുണ്ട് കൊടുത്ത് എണ്ണയൊക്കെ കൂട്ടി മുടിയൊക്കെ ചീവി, ഒരു വളരെ പാവപ്പെട്ട പ്രകാശ് നായരെ എനിക്കറിയാം. പിന്നീട് കോളേജൊക്കെ വിട്ടു പോയതിന് ശേഷം, ഞാനൊക്കെ ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ പല പ്രോഗ്രാംസും പുള്ളി സ്പോൺസർ ചെയ്ത് ഞങ്ങളെ ബഹ്റിനിലേക്ക് കൊണ്ടുപോവുകയും ഗൾഫിലെ പല സ്ഥലങ്ങളിലും പുള്ളിയുടെ കെയർ ഓഫിലുള്ള പ്രോഗ്രാംസിലൊക്കെ ഞാൻ പാടുകയൊക്കെ ചെയ്തു. അന്നൊക്കെ അപ്പോഴേക്കും പ്രകാശ് ആൾ വളരെ മാറിയിരുന്നു. പ്രകാശ് വളരെ മോഡേണായി, വളരെ ഒരു പ്രത്യേക കഥാപാത്രമാണ്, ഒരു അടിച്ചുപൊളി കഥാപാത്രമാണ് പ്രകാശ്. വളരെ നല്ല മനുഷ്യനാണെങ്കിലും കൂടി ഒരു അടിച്ചുപൊളി കഥാപാത്രമാണ്. പക്ഷേ മലയാളത്തിൻ്റെ എന്താണ് പറയുക, ശാലീന സുന്ദരിയും സോഫ്റ്റുമായ ജലജ എങ്ങനെയാണ് ഈ പ്രകാശ് നായരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? ഇനി വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ പ്രകാശിൻ്റെ അടുത്ത് എന്ന് പെട്ടു? മാഡം ഒരൊറ്റ കളവ് പോലും പറയരുത്, സത്യസന്ധമായി പറയും. ഇല്ല, ഞാൻ കളവ് പറയാൻ പോണില്ലല്ലോ. ഞാൻ കളവ് പറഞ്ഞ ഇപ്പൊ ബീപ്പ് അടിക്കും ഇവിടെ. അയക്കോ? ശരി, തുടങ്ങട്ടെ. ആദ്യമായിട്ട് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതെ, പ്രകാശിന്റെ ഫ്രണ്ടാണല്ലോ, എനിക്കറിയാമല്ലോ കിച്ചുവിനെ. ആദ്യമായിട്ട് ഞാൻ പ്രകാശിനെ കാണുന്നത് ബഹ്റിനിലൊരു പ്രോഗ്രാമിന് പോകുമ്പോഴാണ്. അപ്പം പരിചയപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ല. ഇപ്പം നമ്മൾക്ക് അങ്ങോട്ട് വാട്സാപ്പ് ചെയ്യാനോ SMS ചെയ്യാനൊന്നും അപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ എനിക്ക് ഒത്തിരി ഫാൻ മെയിൽ കുറച്ച് ഉള്ളപ്പോഴത്തേക്കും ഞാൻ പെൻ ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഈ വരുന്ന കത്തുകൾ വരുന്ന ചിലർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും നമ്മളല്ല, ചിലത് നല്ല കത്തുകൾ വരുമ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജെന്യുവൻ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഈ പ്രകാശിന് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എഴുതാറുണ്ട്. പ്രകാശ് ആദ്യം കത്തയച്ചു. പ്രകാശാന്ന് തോന്നുന്നു, അല്ല ജലജ, പ്രിയ ജലജകുമാരി, ഡിയർ ജലജ, ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഡിയർ ജലജ. അടുത്ത വാചകം എന്തായിരുന്നു? ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അല്ലാതെ അതിൽ റൊമാൻസ് ഒന്നും ഇല്ല. അതിൽ അങ്ങനെയല്ല, എന്താ വിശേഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഏതാ വർക്കിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം കുറേ വർഷങ്ങളായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്തോ ഒരു കാരണവശാൽ ഞങ്ങൾ അടിച്ച് ഫ്രണ്ട്ഷിപ്പ് പോയി. അടിച്ച് പിരിഞ്ചാച്ചി. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോയി. അപ്പം അതെന്തോ നിങ്ങൾ തമ്മിൽ വരണ്ട കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. വരണ്ട കത്തുകളല്ല, കത്തുകൾ അയച്ചിരുന്നു. അതിലൊരു പ്രണയവും പ്രേമവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ അടിച്ചു പിരിഞ്ഞു? എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമ്മൾ പിണങ്ങില്ലേ?
ഒരു പ്രണയത്തിന്റെയോ പ്രേമത്തിന്റെയോ ഒരു തലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇല്ല പിന്നെ ഇല്ല ഇല്ല ഓക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പറയാമെന്ന്. ഓക്കെ അപ്പൊ അങ്ങനെ അടിച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇനി കൃഷ്ണേന്ദ്രൻ വീണ്ടും വരും സത്യം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഞാൻ ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പൊ എനിക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പ്രോഗ്രാമിനെ വിളിച്ചിരുന്നു. മൂപ്പർ വീണ്ടും സ്റ്റേജ് ഷോയ്ക്ക് ജലജയെ വിളിച്ചു. വേറെ സ്റ്റേജ് ഷോയ്ക്ക് വന്നപ്പോഴത്തേക്കും വിളിച്ചു. നമുക്ക് സ്റ്റേജ് ഷോ ആകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നല്ലോ. അപ്പം അങ്ങനെ പോയി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ ചെറിയ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഇത് വലിയൊരു പോകുന്നു. അപ്പൊ അത് അടിച്ച് പിരിഞ്ഞാച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അല്ല അത് കഴിഞ്ഞ് അതങ്ങ് വിട്ടു. പ്രകാശിനെ കാണുന്നു, പിന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം വീട്ടിലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി ആ സമയത്ത് ഒരു പ്രാവശ്യം പ്രകാശം നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇപ്പോൾ ഇത്രയും വർഷത്തെ പരിചയമുണ്ട് നമുക്ക്. എന്നുവെച്ചാൽ കത്തിലൂടെയാണെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടാണെങ്കിലും ആ പരിചയമുണ്ട്. അപ്പം വൈ നോട്ട് എന്നുള്ളൊരു ചോദ്യം വന്നു. എന്ത് കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള മട്ടിൽ. ഞാനാണോ പ്രകാശാണോ ഇപ്പോൾ ഓർമ്മയില്ല. വേണമെങ്കിൽ കിച്ചു വരും. ആരെങ്കിലും ഒരാൾ പറഞ്ഞു. അപ്പം പറഞ്ഞു ജാതകം നോക്കിയിട്ട് ജാതകം ചേരുവാണെങ്കിൽ കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ ജാതകം നോക്കിയിട്ട് കല്യാണം കഴിച്ചു. എങ്ങനെയാണ് അപ്പം എനിക്കൊന്ന് കിച്ചു പറയുന്ന പോലെ മോഡേൺ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് ബേസിക്കലി അങ്ങനെയൊക്കെ ഉള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും ബേസിക്കലി വളരെ ട്രഡീഷണലും വളരെ നാടനുമാണ്, വളരെ നാടനുമാണ്. പക്ഷെ വെളിയിൽ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത് അതെ അത് തോന്നും ആൾക്കാർക്ക്. പക്ഷെ അകത്ത് പാലക്കാടൻകാരനാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ കിച്ചു പറഞ്ഞ പോലെ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നുള്ള ഒരു ഇതുണ്ട്. മൈറ്റ് ബി അങ്ങനെ ആയിരിക്കാം. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോണു. 20 വർഷമായി, 20 വർഷം കഴിഞ്ഞു, ഒരു മോളുണ്ട്. സന്തോഷം. എന്തായാലും പ്രകാശിനെ വലിയ ഇഷ്ടമാണെന്നല്ലേ ജലജ പറയണേ. ഇതാ വരട്ടെ. ഞാനിനി പ്രകാശാണോ? അമ്മയ്ക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം? സാധാരണ അങ്ങനെയല്ലല്ലോ, മക്കളുടെ അടുത്തല്ലേ ചോദിക്കാം അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്നല്ലേ ചോദിക്കാം. ഇപ്പൊ എന്താ സംഭവം ഇത് പറഞ്ഞത്? ഇതാ ഇത് ഡിപ്ലോമാറ്റിക് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലി എന്ന് പറയും. ഒരിക്കലും അത് ശരിയാവില്ല. ഇല്ല, അതിൽ ഞാൻ പറയാം ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലി എന്ന് പറയാം. എന്തായാലും മകളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഒരു തുള്ളി മകളോട് തന്നെയാണ്. അതെ, അത് ഞാൻ പറഞ്ഞു. എന്നെ കാരണം അത് എനിക്ക് ജലജയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആയിരിക്കുള്ളൂ. ഏതാ അങ്ങനെ ആയിരിക്കുള്ളൂ സ്വാഭാവികം. തീർച്ചയായും അല്ലേ? അത് അവള് ചോദിച്ചുകൊണ്ട് മാത്രമല്ല, അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും മകൾ മക്കളുടെ അടുത്ത് ഓഫ്കോഴ്സ് ഭർത്താവിൻ്റെ അടുത്തുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അതൊരു വേറെ ഇഷ്ടവും. മകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു മകളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മലയാളി ആഗ്രഹിക്കുന്നുണ്ടാകും ജലജ വീണ്ടും ഒരു പൂർണ്ണ തോതിൽ മലയാള സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന്. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പം തൽക്കാലം നല്ല റോള്. ഇപ്പം എന്തായാലും ഇപ്പോൾ ആ നേരത്തെ വെളുനാവള്ളിച്ചേട്ടൻ്റെ പുറകിൽ ഒരു മിഡിയൊക്കെ ഇട്ട് പോയ പോലെ ഒന്നും പോകാൻ പറ്റണമെന്നില്ല. അത് ആഗ്രഹമില്ല ഇപ്പം. ആഗ്രഹമില്ല, തീരെ ഇല്ല. അപ്പോൾ പക്ഷെ ഒരു അമ്മ വേഷത്തിലൊക്കെ വേണമെങ്കിൽ തിളങ്ങാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നായികന്മാരെ എന്തോ ഒരു ഷോപ്പീസ് അങ്ങനെ ഷോപ്പീസ് ആയിട്ട് പോകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്തെങ്കിലും കാമ്പുള്ള കഴമ്പുള്ള നല്ല കഥാപാത്രത്തെ കിട്ടുവാണെങ്കിൽ ജലജ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ ഒരു പറഞ്ഞ പോലെ കുക്കിങ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ട്രാവലിങ്ങും അമ്മുവിൻ്റെ പഠിത്തം, ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ ലോകമൊക്കെ കാണണം എന്നൊരു ആഗ്രഹം, ഒരു അത്യാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പക്ഷേ മകളൊക്കെ പഠിക്കാൻ പോയ സ്ഥിതിക്ക് ഒരുപാട് സമയം ഇനി ഉണ്ടാവും. സമയമുണ്ട് അല്ലേ? ഉണ്ട്. വേണം ഒരു ക്ലിപ്പിലേക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ ഒരു ചെറിയ ഡീവിയേഷൻ. സിനിമ പോലെയാണല്ലോ നമ്മുടെ ഇന്റർവ്യൂ. വരട്ടെ. ന്യൂ ജനറേഷൻ സിനിമക്കാർക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, പെങ്ങന്മാർ വേണ്ട എന്നൊക്കെ ഒരു പരാതി പൊതുവെ നമ്മുടെ അമ്മ നടിമാർ പറഞ്ഞു കേൾക്കാറുണ്ട്. കുറേയൊക്കെ വാസ്തവമുണ്ട് എന്ന് വിചാരിക്കാം. എങ്കിലും ജലജയ്ക്കുള്ള ഒരു സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മലയാള സിനിമയിൽ. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ജലജ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ലീവിലോ അല്ലെങ്കിൽ ബഹ്റിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ
ആ സമയത്ത് വല്ല സിനിമയിലുണ്ടെങ്കിൽ അഭിനയിക്കാം എന്നുള്ളതല്ലാതെ ഒരു സിനിമയ്ക്ക് വേണ്ടി അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് നിൽക്കാനുള്ള സാവകാശം ഇല്ല എന്നാണ് സിനിമയിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടുള്ള വിഷയമല്ല. എങ്കിലും അത് സത്യമാണോ അതോ വളരെ ഗൗരവത്തോടെ ഈ അഭിനയത്തെ വീണ്ടും കാണാൻ താല്പര്യമുണ്ടോ? ഇതാണ് എനിക്കും ജലജ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കും അറിയേണ്ട ഒരു കാര്യം. കണ്ടോ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജലജയ്ക്ക് ബോധ്യമായില്ല. ഇപ്പം വേണിച്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ജലജയ്ക്ക് തൃപ്തിയായി. ഇതാണ് ചില ആൾക്കാർ. ഇനിയിപ്പോൾ ആൾക്കാർ പറയാനുണ്ട്, വേണേ ഞാൻ കൊണ്ടുവരണോ? നിന്ന് നിപ്പിൽ ഞാൻ കൊണ്ടുവരാൻ വേണമല്ലോ, വേണോ? വരട്ടെ, ഇനി ആരാണ് അടുത്തത്? വരട്ടെ, നോക്കാലോ. ഇതിന്റെ മാജിക് ബാൻഡ് ആണോ? അതെ. എനിക്ക് ചോദിക്കാനുള്ള ചെറിയ ഒന്ന് സംശയങ്ങളുണ്ട്. ഈ സിനിമയിൽ 70കളും 80കളും ജലജ വളരെ സജീവമായിരുന്നു. വളരെ നല്ല സിനിമകളിലൊക്കെ അന്ന് ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലൊക്കെ അന്ന് അഭിനയിച്ചു. ഇപ്പം എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എന്താണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്? പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെക്കുറിച്ച്, അതായത് നമ്മളിപ്പോൾ പലരും പറയുന്നുണ്ട് ന്യൂ വേവ് സിനിമ എന്ന് പറയുന്നുണ്ട്, ന്യൂ ജനറേഷൻ സിനിമ. അങ്ങനെ പറയുന്ന ഈ സിനിമകളെക്കുറിച്ച് ജലജയുടെ അഭിപ്രായം എന്താണ്? ഈ ഇപ്പോൾ സിനിമകളൊക്കെ കാണാറുണ്ടോ? എൻ്റെ അശോക, പഠിച്ച പണി ഞാൻ പയറ്റി നോക്കിയത്. ഈ പുള്ളിക്കാരത്തി അതൊന്നും പറയാൻ പോകുന്നില്ല. പുള്ളിക്കാരത്തി ഡിപ്ലോമാറ്റാണ്, നയന്ത്രജ്ഞയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായമൊന്നും ജലജ പറയാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ അവിടെ ഇല്ലാത്ത രീതിയിലൊക്കെ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എന്താ ഉള്ള കാര്യം പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പടങ്ങൾ വരുന്നു. ഓ, ഭയങ്കര കണ്ടത്തിലാണ് നടത്തിയത്. ഓരോ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലഘട്ടം. വേണുചേട്ടനും അശോകനും പറഞ്ഞത് ഇത്രയും നാൾ ഞാൻ പടത്തിലില്ലായിരുന്നു എന്നുള്ളത്. അതിലെ മെയിൻ റീസൺ വന്ന് അത് ഒരാൾ എന്നോടത്ത് വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അയാളെ കൂടെ കൊണ്ടുവരാം. അതും കഴിഞ്ഞിട്ട് ഒരുമിച്ച് പണ്ട് തൊട്ടേ ജലജയെ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല നല്ല കഥാപാത്രങ്ങൾ, നല്ല ഡയറക്ടേഴ്സ്. ഇങ്ങനത്തെ സിനിമയിലാണ് ജലജ അഭിനയിച്ചിട്ടുള്ളത്. എല്ലാം അവാർഡ് സിനിമകളും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മോളൊക്കെയായി. മോളാണെങ്കിൽ അമേരിക്കയിലാണ്, പ്രകാശ് ആണെങ്കിൽ ആഫ്രിക്കയിൽ എവിടെയോ ജോലി എടുക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതം ഭയങ്കര ഇങ്ങനെ ഒന്നും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ജലജയ്ക്ക് ഇപ്പോൾ തിരിച്ച് അഭിനയിച്ചൂടെ? ഇങ്ങനെ അമ്മ കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ നല്ല ഇങ്ങനെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ടാണോ? അത് കുറേ കാലമായിട്ട് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് ചോദിച്ചില്ല. ഞാൻ ഈ പ്രോഗ്രാമിൽ ചോദിക്കുകയാണ്. ഒന്ന് പറയോ അതിനെന്താന്ന്? എൻ്റെ വരുന്ന ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. പഴയ ബൈക്കും മിടിയും കിട്ടിയാണ് അഭിനയിക്കാന്നാണ് ജലജ പറയുന്നത്. തീരെ താല്പര്യമില്ല, അതിനുള്ള പ്രായം കഴിഞ്ഞു. പിള്ളേരുണ്ട് ഇഷ്ടം. വളരെ പ്രധാനപ്പെട്ട 3 ആൾക്കാർ ജലജയായിട്ട് വളരെ ആത്മബന്ധമുള്ള 3 ആൾക്കാർ ജലജയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രതിപാദനങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി വേറെ ആരുടെയും അഭിപ്രായത്തിന് പ്രസക്തിയില്ല. പറയൂ മഹതി, പറയൂ. പൊതുജനത്തിൻ്റെയും ചിലപ്പം ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് ഓരോരുത്തർ തിരിച്ചു വരുന്നില്ല, ആ ആർട്ടിസ്റ്റ് വന്നു, ഈ ആർട്ടിസ്റ്റ് വന്നു, കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ട് വന്നൂടാ? അപ്പം ഞാൻ എൻ്റെ അപ്പോഴത്തെ ഉള്ള ഉത്തരവ് ഇപ്പോഴും ഒന്ന് തന്നെയാണ്. മെയിനായിട്ട് ഈ 20 വർഷം എന്ന് പറയുന്ന അമ്മു ജനിച്ച് വളർന്ന് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പോൾ അവളെ US പഠിക്കാനായിട്ട് അവൾ പോയിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഒരു മെയിൻ കാര്യം. എനിക്ക് വിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സമ്മറിലാണ് ഞങ്ങൾ മിക്കവാറും ജൂലൈ ഓഗസ്റ്റിലാണ് വരുന്നത്. ആ സമയത്ത് ഇവിടെ മഴയുടെ സീസണാണ്, സിനിമയില്ല. പിന്നെ ഡിസംബറിൽ വരുമ്പോൾ കുറച്ച് ദിവസം ക്രിസ്മസ് ഹോളിഡേയ്സ് കുറച്ചേ കാണുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ വരുന്ന സമയത്ത് ഇവരെടുക്കണമെന്നും ഇല്ലല്ലോ. അതൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ, നേരത്തെ എല്ലാം തീരുമാനിച്ച് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നിലും കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ 20 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും. വനിത പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഫ്രീ ആണ്. അമ്മ വേഷം ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പം ഞാൻ അമ്മയാണ്, അപ്പം ചെയ്യുന്നതിന് ഒരു വിരോധം. നല്ലൊരു അമ്മ വേഷത്തിന് വേണം ജലജ വരാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഷോപ്പീസ് പാടില്ല. മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള എല്ലാ നടികളും, അതിൽ പലരും തിരിച്ചു വന്നു, തിരിച്ചു വരുന്നു, വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലെ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ 100% പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതിൽ നിന്ന് വിട്ടു നിന്നപ്പോഴത്തേക്കും എന്തോ എനിക്കൊരു മിസ്സിങ് എന്നോ ഒരു ലോസ് എന്നോ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തോ വിവാഹത്തിലൂടെ വേറൊരു അതിലേക്ക് പോയി കടന്നു വന്ന് ജലജ ഉറപ്പിച്ചു. അതെ, എൻ്റെ ഇപ്പൊ വിട്ടു നിൽക്കുകയാണല്ലോ, ബഹ്റിനിലാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചാഞ്ചാട്ടുണ്ടായേനെ ആയിരിക്കാം. എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാവരും കാണുന്നു, പോണം വരണം എന്നൊക്കെ തോന്നിയായിരിക്കും. എങ്കിൽ പോലും ജലജ പഴയ സൗഹൃദങ്ങളൊന്നും മറക്കുന്ന ഒരാളല്ല.
അല്ല, ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ ഇപ്പോഴും സൗഹൃദം നിലനിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതാ നോക്കി കേട്ടോ, പോസിറ്റീവായ കാര്യം കേട്ടോ, ഞാൻ മോശപ്പെട്ട കാര്യമൊന്നും പറയിപ്പിക്കുന്നില്ല. അതെ, ഒരു കാലത്ത് നിങ്ങൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടിയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് രംഗം വിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞ ഒരു ഇടവേള. ആ ഇടവേളയിൽ ഈ മലയാള സിനിമയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? പഴയ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? ഒന്ന് പറയാമോ? ഓ, നല്ല ചോദ്യം കേട്ടോ. എല്ലാവരുമായിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് വരുന്ന ഞാൻ വരുന്ന എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ശ്രീമാറേട്ടനെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ വർഷമായി. ഇപ്പം ചിലരെയൊക്കെ കാണാറുണ്ട്. വരുമ്പോഴത്തേക്കും നമ്മൾ ചില എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇവരൊക്കെ ബഹറിൽ വരുമ്പോഴോ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവരെയൊക്കെ കാണാറുണ്ട്. അല്ലാതെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ബഹറിലൊക്കെ ചില സിനിമാ നടന്മാർ വരുമ്പോൾ അവരെ കാണുകയൊക്കെ ചെയ്യും. ഇല്ല, ചിലപ്പോൾ ചിലർ വരാറുണ്ട്, അവിചാരിതമായിട്ട് വന്ന് ചാടും. വരും. സുരേഷ് എസ്പെഷ്യലി എപ്പോഴും. സുരേഷ് ഗോപി വരുമോ? വരും. വരട്ടെ. സുരേഷ് ഗോപി എന്നാൽ വരട്ടെ എന്നാലും അതൊക്കെ പറയാനുള്ളത് നോക്കട്ടെ നമുക്ക്. ഓർക്കുന്ന ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്ത, ഒരുപക്ഷെ ജലജയ്ക്ക് പോലും അറിയാത്ത ഒരു സ്ട്രൈറ്റ് റെഫറൻസ് എന്ന് പറയുന്നത് മറോ ചരിത്ര എന്ന ഏക് ദുജെ കെ ലിയെ തിരകൾ എഴുതിയ കവിത എന്നൊക്കെ പറഞ്ഞ ഡബ് ചെയ്ത രൂപത്തിലും റീമേക്ക് ചെയ്ത രൂപത്തിലും രൂപഭേദം കണ്ട എല്ലാ ഭാഷകളിലും വളരെ വലിയ, എനിക്ക് തോന്നുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ ലിസ്റ്റിൽ ശങ്കരാഭരണത്തെ പോലെ തന്നെ സ്ഥാനം പിടിച്ച ഒരു സിനിമയാണ് മറോ ചരിത്ര. സരിത അഭിനയിച്ച വേഷത്തിന് വേണ്ടി ആ സിനിമ സത്യത്തിൽ കേരളത്തിലെ വിതരണാവകാശത്തിന് ആദ്യം കരാർ ചെയ്യപ്പെട്ടത് അച്ഛനായിരുന്നു. അന്ന് അത് റീമേക്ക് ആവാം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ബാലചന്ദർ സാർ, കെ ബാലചന്ദർ ആവശ്യപ്പെട്ടത് ജലജ എന്ന നടിയെയാണ്. ജലജ എന്ന നടിയെ ഒന്ന് ട്രാക്ക് ചെയ്ത് ചെന്നൈ വരെ കൊണ്ടുചെന്ന് ഒരു സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അന്ന് ജലജയുടെ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയ്ക്ക് സാധ്യമാകാത്തത് കൊണ്ട് മാത്രമാണ് ആ സിനിമ ഡബ് ചെയ്ത് തിരകൾ എഴുതിയ കവിത എന്ന ചിത്രമായി ഡബ്ഡ് വേർഷൻ കേരളത്തിൽ വന്നത്. നമ്മൾ മറോ ചരിത്ര എന്ന അതിൻ്റെ മലയാളം വേർഷനിൽ ജലജയെ കണ്ടില്ല എങ്കിൽ പോലും ജലജയെ അന്വേഷിച്ച് ശ്രീ കെ ബാലചന്ദറിനെ പോലെ ഒരു സംവിധായകനെത്തി എന്ന് പറയുന്നത് മലയാളത്തിന് അഭിമാനം. തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. സുരേഷ് ഗോപി അന്നൊന്നും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴും ഈ പരിപാടിയിലൂടെ പറയുന്നത്. അതെ, സുരേഷ് ഗോപിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നു, ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടല്ലേ? അതെ, തീർച്ചയായും. ഇവരൊക്കെ ബഹ്റൈനിൽ വരുമ്പോൾ വരാറുണ്ടല്ലോ, വരുകയും വിളിക്കുകയും ചെയ്യാറുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ അയവറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. പാമ്പും പഴയതാ നല്ലത്. അതെ, കറക്റ്റ്. രണ്ടാമത്തെ കാര്യം, ഈ ടെലിവിഷനിൽ ഈ മലയാള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതെ, ആൾക്കാർക്ക് ഇവർക്കൊന്നും അറിയാത്തവർക്ക് ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ജലജയെ ഈ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് അറിയുന്നത് ഒരുപക്ഷെ ഈ മലയാള സിനിമയിൽ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ കണ്ട് ഇവർ തിരിച്ചു പോയിട്ട് വേണം വീട്ടിൽ പോയി പറയും ഞങ്ങൾ ജലജ എന്നുള്ള ഒരു നടി അങ്ങനെ ഉണ്ടോ അച്ഛാ? അത് അപ്പൊ അച്ഛൻ പറഞ്ഞത് ഉണ്ടോന്നോ അടച്ചോനെ. പുരുഷക്കടലുണ്ടി പറഞ്ഞ പോലെ ആ ഒരു ചുണ്ട് ഒന്ന് അനങ്ങുന്നത് കാണാൻ വേണ്ടി എത്ര നേരം. പക്ഷെ അത് പറയാൻ പോകുന്നത് അമ്മ അടുക്കളയിലേക്ക് പോകുന്ന സമയത്തേ പറയുള്ളൂ. അതെ. എന്തായാലും ഒരാളും കൂടി ഈ ഇൻ്റർവ്യൂവിൽ വരേണ്ട സമയമായിരിക്കുന്നു. അതിനുശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഇൻ്റർവ്യൂ നമുക്ക് അവസാനിപ്പിക്കാം. വരട്ടെ. ഇന്ന് ഞാൻ തിരിച്ച് അഭിനയിക്കാൻ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം പണ്ട് നമ്മളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു ഇതോ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഇന്നത്തെ കുട്ടികളുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനും പറ്റുന്നില്ല. അവരും നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് കാരണം മാറി നിൽക്കുകയാണോ എന്തോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തിരിച്ച് വന്നപ്പോഴേക്കും അയ്യോ വരണ്ടായിരുന്നു, വേണമായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജലജയുടെ അഭിപ്രായം എന്താണ്? ജലജ എന്താണ് വിചാരിക്കുന്നത്? വല്ലാത്തൊരു പാരയാ വെച്ചേക്കുന്നത്. അല്ല, ഞാൻ അതുകൊണ്ടാണല്ലോ. ഇല്ല ഇപ്പം മേനെ പറഞ്ഞത് അതും എനിക്കും തോന്നാതിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്, പിള്ളേരെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ഇത്രയും നാൾ വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഇനി ഞാൻ ചെയ്യുവാണെങ്കിലും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ ഞാൻ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പുതുതായി സിനിമയിലേക്ക് വരുന്ന ഭാവത്തിലേ വരുള്ളൂ. എന്താ വെച്ചാൽ പുതിയ ആൾക്കാരാകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ വയ്യാത്തൊരു ഇതല്ലേ, അഭിനയിക്കുന്നു എന്നുള്ളത് അറിയാം. അല്ലാതെ ഈ പുതിയ
ആൾക്കാരെ നമുക്കൊരു പരിചയം ഇല്ലാത്തവരായിരിക്കും. സിനിമയുടെ സംഗീതം തന്നെ മാറിയിരിക്കുന്നു. ഇപ്പം പണ്ടത്തെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ സത്യേട്ടനൊക്കെ അവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പുതിയ ആൾക്കാർ, പുതിയ നടന്മാരൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ, ഇപ്പം മേനക പറഞ്ഞ പോലെ അവരുടെ അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നല്ലത് കിട്ടുകയാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്കില്ല. ഇല്ല. എന്തായാലും 2 പതിറ്റാണ്ട് കാലമായി മലയാള മനസ്സിൽ നിന്ന് പയ്യെ പയ്യെ മാഞ്ഞുപോയ ജലജ തിരിച്ച് വീണ്ടും മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, വെള്ളിത്തിരിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് കുറച്ച് കള്ളവും കുറച്ച് സത്യവും ഒക്കെ പങ്കിട്ട എല്ലാ സത്യവും പങ്കിട്ട ജലജയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജെബി ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.